ഹായ് എവ്രി വൺ, ഈ ഡ്രോപ്സ് എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അഡ്ജക്റ്റീവ് എന്താണെന്ന് പരിചയപ്പെടാം. നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. പൊക്കമുള്ള, ഭംഗിയുള്ള ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്. ഇങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് സെന്റൻസ് പറഞ്ഞു നോക്കാം. മീര ഈസ് എ ടോൾ ഗേൾ. മീര ഈസ് എ ടോൾ ഗേൾ. മീര ഒരു പൊക്കമുള്ള കുട്ടിയാണ്. ഇതിൽ പൊക്കമുള്ള എന്നർത്ഥം വരുന്ന ടോൾ എന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. ഉഷ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഉഷ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇതിൽ ഭംഗിയുള്ള എന്നർത്ഥം വരുന്ന ബ്യൂട്ടിഫുൾ എന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. റോഷൻ ഈസ് എ വെരി ക്ലെവർ ബോയ്. ഇതിലെ ബുദ്ധിയുള്ള എന്ന അർത്ഥം വരുന്ന ക്ലെവർ എന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. റോഷനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് ക്ലെവർ. ഇങ്ങനെയുള്ള ഒരുപാട് സെന്റൻസുകൾ നമുക്ക് നോക്കാം. മീര ഈസ് എ ടോൾ ഗേൾ. മീര ഒരു പൊക്കമുള്ള കുട്ടിയാണ്. ഉഷ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഉഷ വളരെ ഭംഗിയുള്ളവളാണ്. റോഷൻ ഈസ് എ ക്ലവർ ബോയ്. റോഷൻ ബുദ്ധിയുള്ള കുട്ടിയാണ്. അല്ലെങ്കിൽ ഹി ഈസ് എ ക്ലവർ ബോയ്. അവനൊരു ബുദ്ധിയുള്ള കുട്ടിയാണ്. ജെയിംസ് ഈസ് വെരി റിച്ച്. ജെയിംസ് വളരെ സമ്പന്നനാണ്. ദിസ് റൂം ഈസ് വെരി സ്മോൾ. ഈ റൂം വളരെ ചെറുതാണ്. ദിസ് ഈസ് ആൻ ഓൾഡ് ഹൗസ്. ഇതൊരു പഴയ വീടാണ്. ദിസ് സ്റ്റോറി ഈസ് ഇൻട്രസ്റ്റിംഗ്. ഈ കഥ രസകരമാണ്. മനു ഈസ് ആംഗ്രി. മനു കുപിതനാണ്, കോപമുള്ളവനാണ് എന്നർത്ഥം. അപ്പൊ ഇതിൽ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെയാണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഇതിലുള്ള നൗൺസിന്റെ വിശേഷണങ്ങൾ പറയുന്നതാണ് അഡ്ജക്റ്റീവ്, അഥവാ ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് ഒക്കെ. ഈ പറഞ്ഞ സെന്റൻസിലൊക്കെ നമ്മൾ ഓരോ ആൾക്കാരെ പറഞ്ഞിട്ട് അവരുടെ വിശേഷണങ്ങളാണ് ഈ പറഞ്ഞത്. അതുകൊണ്ടാണ് നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞത്. മീര ഈസ് എ ടോൾ ഗേൾ. മീര പൊക്കമുള്ള കുട്ടിയാണ്. ഉഷ ഈസ് വെരി ബ്യൂട്ടിഫുൾ. വളരെ ഭംഗിയുള്ള, ഉഷയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. റോഷൻ ഈസ് എ ക്ലവർ ബോയ്. റോഷൻ ഒരു ബുദ്ധിയുള്ള കുട്ടിയാണ്. ഈസ് എ ക്ലവർ ബോയ്, വളരെ ബുദ്ധിയുള്ളവനാണ്. ജെയിംസ് ഈസ് വെരി റിച്ച്. ജെയിംസ് വളരെ സമ്പന്നനാണ്. ദിസ് റൂം ഈസ് വെരി സ്മോൾ. ഈ റൂം വളരെ ചെറുതാണ്. ദിസ് ഈസ് എൻ ഓൾഡ് ഹൗസ്. ഇതൊരു പഴയ വീടാണ്. ദിസ് സ്റ്റോറി ഈസ് ഇൻട്രസ്റ്റിംഗ്. ഈ കഥ വളരെ രസകരമാണ്. മനു ഈസ് ആംഗ്രി. മനു ദേഷ്യത്തിലാണ്. മനു വളരെ ദേഷ്യമുള്ളവനാണ്. മീര ഈസ് എ ടോൾ എന്ന് പറയുമ്പോൾ മീരയുടെ ഒരു സവിശേഷതയാണ് പൊക്കം എന്നുള്ളത്. മീരക്ക് നല്ല പൊക്കമുണ്ട്. അപ്പോൾ അവളുടെ ഒരു സവിശേഷതയാണ്. ഇങ്ങനെ ഓരോരുത്തരെയും കുറിച്ച് അവർക്കുള്ളൊരു പ്രത്യേകതകളെ കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. അപ്പോൾ ഇതുപോലെ മറ്റു കുറച്ച് അഡ്ജക്റ്റീവ്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് കുറച്ച് സെൻറ്റൻസ് ഒക്കെ എഴുതി നോക്കുക. ഗുഡ് നല്ല, ബാഡ് ചീത്ത, ഹാപ്പി സന്തോഷമുള്ള, ഹംഗ്രി വിശപ്പുള്ള, തേഴ്സ്റ്റി ദാഹമുള്ള, ന്യൂ പുതിയ, യങ് ചെറുപ്പമുള്ള, ലാർജ് വലിയ, ബിഗ് വലിയ, ക്ലീൻ വൃത്തിയുള്ള, ഇന്നസെൻറ്റ് നിഷ്കളങ്കനായ, കോൺഫിഡൻറ്റ് ആത്മവിശ്വാസമുള്ള, ഈസി എളുപ്പമുള്ള, ഡിഫിക്കൽട്ട് പ്രയാസമുള്ള, ട്രൂ സത്യമായ, ഫോൾസ് തെറ്റായ അല്ലെങ്കിൽ കള്ളമായ, റിയൽ വാസ്തവത്തിലുള്ള, സിമ്പിൾ ലളിതമായ, കോംപ്ലിക്കേറ്റഡ് സങ്കീർണമായ, തിക്ക് കട്ടിയുള്ള, തിൻ കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ കനം കുറഞ്ഞ, ആക്റ്റീവ് പ്രവർത്തന നിരതമായ, കൈൻഡ് ദയവുള്ള, ഓണിസ്റ്റ് സത്യസന്ധമായ, ഹോണസ്റ്റ് അല്ല ഓണിസ്റ്റ് എന്നാണ്, ഹെൽത്തി ആരോഗ്യമുള്ള, പ്ലസൻറ്റ് സുഖകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ. ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കുക. അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടുള്ള
ഇന്നത്തെ സെന്റൻസുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.